2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ജോഷിനെ AKG ഭവനിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഡൽഹി പോലീസിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വണ്ടൂരിൽ DYFI SFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വിദ്യാർത്ഥി പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ചതിന് പോരാളികളുടെ പോരാളിക്ക് SFIയുടെ നേതാവിന് അറസ്റ്റ് ചെയ്യാൻ വന്നവരെ കേന്ദ്ര സർക്കാരിന്റെയും ഡൽഹി പോലീസിന്റെയും പ്രതികാര നടപടിക്കെതിരെ കടുത്ത അമർഷമുയർത്തിയാണ് വണ്ടൂരിൽ DYFI SFI പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് P. ഷൈജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. SFIയുടെ നേതാവായിട്ടുള്ള ഐഷി ഘോഷിയെ ഇന്ന് CPMന്റെ ഓഫീസിൽ AKG ഭവനിൽ കയറി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് RSSനാൽ നിയന്ത്രിക്കുന്ന ഡൽഹിയിലെ പോലീസ് നടത്തിയിട്ടുള്ളത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് DYFIയും SFIയും കേരളത്തിലാകെ നടത്തുന്നത്. തീർച്ചയായും ആ സമര പരാജയത്തിന്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോയാൽ അതിന് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുമെന്നുള്ള രീതിയിലാണ്, ജനാധിപത്യ രീതിയിൽ കൃത്യമായ പ്രതിഷേധങ്ങൾ ഉയർത്തുമെന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. തീർച്ചയായും ഈ സമരം അവസാനിപ്പിക്കുമ്പോൾ ഡിമാൻഡ് അംഗീകരിക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു കേസെടുക്കില്ല എന്നുള്ളതാണ്, ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കൃത്യമായിട്ടുള്ള ഈ ഉടമ്പടി പരസ്യമായി ലംഘിക്കുന്ന നിലയാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. ഇതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നടന്ന സമരങ്ങളിൽ പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന, കേസെടുക്കുന്ന നയസമീപനമായിട്ടാണ് RSSനെ നിയന്ത്രിക്കുന്ന ഈ ഗവൺമെന്റ് പോകുന്നത്. എന്നാൽ ഈ രാജ്യത്ത്, ഈ കേരളത്തിലും സമാനമായ രീതിയിലാണ് UDFന്റെ സർക്കാർ 1000-ൽ പരം കേസുകളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ നിന്ന് നടപടിയിൽ നിന്ന് പുറകോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സമരത്തിന്റെ ഭാഗമായി ആവശ്യപ്പെടാനുള്ളത്. വരും നാളുകൾ ഈ സമീപനം എടുത്ത് മുന്നോട്ട് പോയ ശക്തിയായ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ നാട്ടിലെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും വിപ്ലവ യുവജന പ്രസ്ഥാനവും മുന്നോട്ട് വരുമെന്ന് മാത്രമാണ് ഈ സമരത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും യുവാക്കളെയും DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിച്ചതായി കൂടി അറിയിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനത്തിന് DYFI ബ്ലോക്ക് സെക്രട്ടറി P. ജുനൈദ്, ജോയിന്റ് സെക്രട്ടറി P. രജീഷ്, V. സുജീഷ്, M. നിധിൻ ദാസ്, TP രഹനാസ്, K. അജയ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.